ഒന്ന് ചെയ്യണേ. ഇക്കണ്ട ബംഗാളികളുടെ കേസെല്ലാം നമ്മൾ തന്നെ എടുക്കണോ? നിങ്ങൾക്ക് നോക്കണോ? എന്താടോ വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറാനും കളിക്കാനും തുടങ്ങിയ? സാറേ വേറെ നിവൃത്തിയില്ലെന്ന് വെച്ചാ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഈ പൊട്ടൻ ഇവനോട് ചോദിച്ചു ഇവൻ പറയും കുഞ്ഞെവിടെയായിരുന്നു. എന്റെ കുഞ്ഞിനെ ഒന്ന് ചെയ്യലേ സാറേ, എന്റെ പെങ്ങളെന്ന് പറഞ്ഞ ജീവനാ. എന്റെ കുഞ്ഞ് എന്നോട് പറയാൻ എവിടെ പോവില്ല സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. പാലകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്ക് വരെ പേടിയാണത്രേ. സമർപ്പണം അളവില്ലാതെ പിച്ച് ചീന്തിപ്പെടുന്ന പെൺജന്മങ്ങൾക്കല്ല, ഒരു മെഴുകുതിരി കത്തിത്തീരുന്നവരെ സകതാപ വേഷം കെട്ടിയാടി എനിക്ക് ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നു പൊന്നു ഇവിടെ വാടി കാന്താരി. അയ്യോ അച്ഛ, ഇന്ന് പോയി വരുമ്പോ മോക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവരാവോ? എനിക്ക് അച്ഛന്റെ പൊന്നുമക്കൾക്ക് അച്ഛനും അമ്മയും ടൗണിൽ പോയിട്ട് വരുമ്പോ എല്ലാം വാങ്ങിക്കൊണ്ടുവരാട്ടോ. രണ്ടുപേരും ഇവിടെ നിൽക്കായിരുന്നു. പൊന്നു അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം കഴിക്കണം, പിന്നെ ഏട്ടനടുത്ത് ഇരിക്കണം കേട്ടോ. പാട്ടാ പോവാ. സേട്ടാ സേട്ടാ. അയ്യോ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ മാമ. എന്താ? അറിയായിരുന്നു, എന്നാലും മകളുടെ സുന്ദരക്കുട്ടിക്ക് അങ്ങൾ എന്താ കൊണ്ടുവന്നത് കാണണ്ടേ. ചോക്ലേറ്റ് മോക്കാണോ? മോക്കിത് വലിയ ഇഷ്ടാ. താങ്ക് യു. വീട് വീട്. മോളെ ഒന്ന് ചെയ്യലേ, മോക്ക് പേടിയാവുന്നു. മോളെ ഒന്ന് ചെയ്യലേ. മോൾ എന്തിനാ പേടിക്കുന്നേ? അങ്കിളല്ലേ? മോൾ എന്തിനാ പേടിക്കുന്നേ? മോളെ ഒന്നും ചെയ്യലേ, മോക്ക് പേടിയാവുന്നു. ചത്തു ചത്തു. പോലീസ് പോലീസ്. കുപ്പത്തട്ടി. മനുഷ്യ മനസാക്ഷിയെ ഇടിക്കുന്ന ദാരുണമായ സംഭവമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. 5 വയസ്സുകാരിയുടെ മരണത്തെ പറ്റി നമുക്ക് നാട്ടുകാരുടെ ചോദിച്ചു നോക്കാം. പറയൂ ചേച്ചി, പറയൂ, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അല്ലേനും എല്ലാം പറയാനാ. കണ്ട ബംഗാളികൾക്ക് ഇവിടെ കയറി താമസാലേ ഇതായിരിക്കും അവസ്ഥ. എന്തായി പറയണേ? കർമ്മങ്ങൾ ചെയ്യേ നടക്കില്ല. അത് ഏതോ അന്യനാട്ടിൽ വന്ന കുട്ടിക്കായി നടക്കില്ല. എനിക്ക് വല്ല ഫോർച്യൂനും കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒന്ന് മാറിക്കേ, എന്റെ മുന്നു പോലെ ഞാനൊന്ന് കണ്ടോട്ടെ. ഒന്ന് മാറിക്കേ. നമ്മുടെ മോളെ കിട്ടിയോ മോളെ? നമ്മുടെ മോളെ കിട്ടിയേട്ടാ. എന്റെ മോള് ഉറങ്ങുകേട്ടാ. ഉറങ്ങിക്കോട്ടെ. എന്റെ പൊന്നുമോളും പോതച്ച് കിടന്നോട്ടെ. എന്റെ പൊന്നുമോളെ. നിങ്ങൾ പറയൂ, ആരാണ് നന്ദൻ? കഥയിലെ പിതാവോ അതോ ഈ സമൂഹമോ? ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്നത് ഈ കഥയിലെ സഹോദരനോ അതോ നമുക്കോ? നന്ദി, നമസ്കാരം.